ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. മലയാളത്തിന്റെ സൗകുമാര്യമാണ് അതുല്യ നടിയായ സുകുമാരി. ഒരിക്കലും മറക്കാത്ത അഭിനയ നിമിഷങ്ങൾ സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ച സുകുമാരി ജനിച്ചിട്ട് ഇന്നേക്ക് 85 വർഷം തികയുകയാണ്. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 2500-ലേറെ സിനിമകളിലാണ് മലയാളികളുടെ സുകുമാരിയമ്മ നിറഞ്ഞു നിന്നത്. 6 ഭാഷകളിലൂടെ എണ്ണമറ്റ കഥാപാത്രങ്ങളുമായി നടത്തിയ നീണ്ട അഭിനയ ജീവിതത്തിനൊടുവിൽ 2013-ൽ സുകുമാരി ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ചലച്ചിത്ര രംഗത്ത് 60-ലേറെ വർഷം അഭിനയിച്ച അപൂർവം ചില അഭിനേത്രികളിൽ ഒരാളായിരുന്നു സുകുമാരി. 1940 ഒക്ടോബർ 6-ന് തമിഴ്നാട് സംസ്ഥാനത്തിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായാണ് സുകുമാരിയുടെ ജനനം. തിരുവിതാംകൂർ സഹോദരിമാരെന്ന് ഖ്യാതി നേടിയ ലളിത പത്മിനി രാഗിണിമാരുടെ അടുത്ത ബന്ധുവായ സുകുമാരി ഭരതനാട്യവും കഥകളിയും കേരള നടനവും ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങളിൽ ബാല്യത്തിൽ തന്നെ പ്രാവീണ്യം നേടി. 10ാമത്തെ വയസ്സിൽ ഒരിരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. 1957-ൽ 6 ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കരവീരനിൽ ആദ്യമായി ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലി മരക്കാർ, തച്ചോളി ഉദയനൻ, യക്ഷി, കരുനിഴൽ എന്നിവയിലും അഭിനയം ശ്രദ്ധേയമായി. അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം തന്നെ ഡബ്ബ് ചെയ്യുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിരുന്നു സുകുമാരി. പിൽക്കാലത്ത് പ്രിയദർശന്റെ സിനിമകളിൽ ചെയ്ത ഹാസ്യവേഷങ്ങളും ഏറെ ശ്രദ്ധ നേടി. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ ആളറിയാം, ബോയിങ് ബോയിങ്, വന്ദനം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായി. 6 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ 2500-ലധികം ചിത്രങ്ങളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്ന സുകുമാരിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട്